അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദി സംഘടന കാന്തപുരം ഉസ്താദിനെയും പ്രസ്ഥാനത്തെയും സഖാഫി എന്ന ബിരുദ പണ്ഡിതന്മാരെയും ആക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാതൃഭൂമിയിൽ വാർത്തകൾ വരുന്നു. ഒരു കാര്യം പറയട്ടെ, നിരവധി ഏഷണി, ഭീഷണി, പരദൂഷണ, ബഹിഷ്കരണ മതിൽക്കെട്ടുകൾ തട്ടിത്തകർത്ത് 8 പതിറ്റാണ്ടിൻ്റെ പടവ് താണ്ടി അതിശീഘ്രം അനുസ്യൂതം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, മർക്കസ്, SYS, SSF, മുസ്ലിം ജമാഅത്ത് തുടങ്ങിയ സംഘടനകൾ സുന്നി പ്രസ്ഥാന രംഗത്ത് സജീവമായി ഈ നാട്ടിൻ്റെ ഓരങ്ങളിലും തീരങ്ങളിലും കുന്നുകളിലും മേടുകളിലും ഈ സമുദായത്തിൻ്റെ സനാതന പ്രക്രിയക്ക് ആക്കം കൂട്ടുവാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗത്തിന്, ചില വിഭാഗങ്ങൾക്ക് ജമമുദ, കാദിയാനി, തബ്ലീഗ്, ചേകനൂരറ്റ് അലവലാദികൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അങ്ങനെ തുടങ്ങി സുന്നികളുടെ പേരിലുള്ള പല സംഘടനകളും, കള്ളത്തരീക്കത്തുകാർ, ഇങ്ങനെ തുടങ്ങി പലവരും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് പോലെ കാന്തപുരം ഫോബിയ പിടിപെട്ട രോഗം അടുത്തൊന്നും മാറാൻ പോകുന്നില്ല. അവർക്കറിയാം, ഒരുപാട് കാലമായി കാന്തപുരം ഉസ്താദിനെ ആക്ഷേപം കൊണ്ട് നിറക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ പലവർക്കും പല ആക്ഷേപങ്ങളും കുറ്റങ്ങളും ദുരിതങ്ങളും കേൾക്കാറുണ്ട്. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്. കുറെ കഴിയുമ്പോൾ അതങ്ങ് മാറും. പക്ഷെ പിന്തുടരാതെ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാന്തപുരം ഉസ്താദിനെ. നിർത്തുന്നില്ല. നിർത്താൻ അവർക്ക് കഴിയില്ല. കാരണം അത്രമാത്രം കാന്തപുരം ഉസ്താദിനെ പേടിക്കുന്നു അവർ. ഈ പ്രസ്ഥാനത്തെ പേടിക്കുന്നു അവർ. അവർക്കൊന്നും ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത വലിയ സംഭാവനകൾ ഈ കേരളത്തിന്, ഇന്ത്യക്ക്, ലോകത്തിന് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാന്തപുരം ഉസ്താദും പ്രസ്ഥാനങ്ങളും അനുയായികളും വല്ലാത്ത തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ചില ശത്രുക്കൾക്ക് ഇസ്ലാമോഫോബിയ പിടിപെട്ടതുപോലെ ഈ വിഭാഗങ്ങൾക്കൊക്കെ കാന്തപുരം ഫോബിയ പിടിപെട്ടിട്ടുണ്ട്. എത്ര കാലമായി ഇവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, എത്ര കാലമായി കാന്തപുരം ഉസ്താദിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു, വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടോ ഒരു ഫലവും കാണുന്നുമില്ല. എന്തെങ്കിലും ഒരു ഫലം അതുകൊണ്ടുണ്ടാവേണ്ടേ, അതൊട്ടുണ്ടാവുന്നില്ല. എന്നാലും അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാം, ഞങ്ങൾ എന്ത് പറഞ്ഞാലും കാന്തപുരം ഉസ്താദ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തകർക്കാൻ, തളർത്താൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് അവർക്കറിയാം. എന്നാലും അവർ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് ഓശാന പാടാൻ വേണ്ടി ചില പത്രമാധ്യമങ്ങളും രംഗത്തിറങ്ങും. നിർത്തിക്കൂടെ ഇത്? നിങ്ങൾക്ക് ഉയരണമെങ്കിൽ, നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? കാര്യമില്ലാത്ത കാര്യത്തിന് ഇടപെടാൻ എന്തൊരു ഉത്സാഹമാണ് ഇവർക്ക്, എന്തൊരാവേശമാണ്. കാന്തപുരം ഉസ്താദ് വല്ലതും പറഞ്ഞാൽ അതിന്മേൽ പിടിച്ച് കയറി അന്തിച്ചർച്ചകളും പാതിരാ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രമാധ്യമങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് തുടങ്ങിയ കപട മുസ്ലിം നാമധാരികൾക്ക് അവർക്ക് എന്നും 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 വെറുപ്പാണ്. പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ നിലയിലും കൂട്ടുപിടിച്ചിരിക്കുന്നു. പല സുന്നി സംഘടനകളെപ്പോലും ഈ വഹാബികൾ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ കൂട്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെങ്കിലും ഒന്ന് തകർന്നു കാണാൻ അതിനുവേണ്ടി നോമ്പ് നോറ്റ് നടക്കുകയാണ്. അതിനുവേണ്ടി അന്തം വിട്ട് നടക്കുകയാണ്. ഒരു നിമിഷം പോലുമെങ്കിലും
കാന്തപുരം ഉസ്താദിനെ വിടാതെ പിന്തുടർന്നൊന്ന് നിർത്തിക്കൂടെ? കാര്യമില്ലെന്നറിയാം. നിങ്ങൾ പറയുന്ന ഓരോ കല്ലുകളും, ആ കല്ലുകളെ കൊണ്ട് നിങ്ങൾ ആക്ഷേപിക്കുന്ന, നിങ്ങൾ എറിയുന്ന ഓരോ കല്ലുകളെ കൊണ്ടും കാന്തപുരം ഉസ്താദ് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉയർത്തുകയാണ്. ഓരോ കല്ലുകളും പന്തായി മാറി കൂടുതൽ ശക്തിയോടുകൂടെ മേലേട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നാലും പറയണം. പറഞ്ഞാലേ സമാധാനം കിട്ടും. ആയിക്കോട്ടെ, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പലതും പറഞ്ഞോളൂ, പലതും പ്രസംഗിച്ചോളൂ. പക്ഷേ ഇതൊക്കെ കണക്ക് ചോദിക്കുന്നൊരു കാലം വരാനുണ്ടെന്ന് അവസാന നാളിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിർത്തിക്കോളൂ ഇതെല്ലാം നിങ്ങളുടെ ഖൈറിന് വേണ്ടി. അസ്സലാമു അലൈക്കും.